ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ അക്കാഡമി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആദ്യം തന്നെ. പിന്നെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിലുള്ള HDFC ബാങ്കിനെ കുറിച്ചാണ്. അപ്പം HDFC ബാങ്ക് നല്ല രീതിയിൽ ക്രാഷായി വരുന്നുണ്ട് താഴേക്ക്. അപ്പോൾ ഇനി എന്താണ് HDFC ബാങ്കിൻ്റെ മുന്നോട്ടുള്ള ഒരു അവസ്ഥ, എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൽ തന്നെ ഞാനൊരു കമ്പനിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, 3 കാര്യങ്ങളുണ്ട്: ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ. ഇങ്ങനെ ഈ 3 കാര്യത്തിനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കതിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു കൺവിക്ഷൻ പവർ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷവും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് താഴേക്ക് വരികയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന HDFC ബാങ്കിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, ഐ എം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൺവിക്ഷൻ പവർ സ്വന്തം ഉണ്ടാക്കുക ആദ്യം. എനിക്ക് എങ്ങനെയാണ് ഞാൻ കൺവിക്ഷൻ പവർ ഓരോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്, അതാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് ദിസ് വീഡിയോ നൗ. അപ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെ ഓവർവ്യൂ നോക്കുന്നതിന് മുമ്പ് സെക്ടർ ഓവർവ്യൂ നോക്കാവുന്നത്. ഓക്കെ, നിഫ്റ്റി സെക്ടർ വെയിറ്റേജ് ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിഫ്റ്റീൻ്റെ വെയിറ്റേജ് ആണ്. നിഫ്റ്റിയിൽ സെക്ടർ വൈസ് വെയിറ്റേജ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഫൈനാൻഷ്യൽ സർവീസസിന് 34.11% ആണ് നിഫ്റ്റിയിലുള്ള വെയിറ്റേജ്. ഓവറോൾ നിഫ്റ്റിയിലുള്ള വെയിറ്റേജ് 50 കമ്പനികളുണ്ട്, അതിനകത്ത് ഫൈനാൻഷ്യൽ സർവീസിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഒരു കാര്യം നമുക്കത് മനസ്സിലായി. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ്, ടോപ്പ് 10 കമ്പനീസ് ഇൻ ഇന്ത്യ ബൈ മാർക്കറ്റ് വാല്യുവേഷൻ ഇൻ 2024. അതിൽ HDFC ബാങ്കാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഞാൻ പറഞ്ഞു 34% ആണ് നിഫ്റ്റിയിലെ വെയിറ്റേജ് ഫൈനാൻഷ്യൽ സെക്ടേഴ്സിന്. അതിൽ തന്നെ മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും മുകളിലുള്ള കമ്പനിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. HDFCക്ക് 11.95% ആണ് വെയിറ്റേജ് നിഫ്റ്റിയിലുള്ളത്. ആലോചിക്കുക, ഞാൻ പറഞ്ഞത് 34% ആണ് ഓവറോൾ നിഫ്റ്റിയിൽ ഫിനാൻഷ്യൽ സെക്ടേഴ്സിൻ്റെ വെയിറ്റേജ്. അതിൽ തന്നെ ആ 34%ൽ 11.95%, 12% എന്ന് പിടിച്ചോളൂ, അത് HDFC ബാങ്കാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ലാർജസ്റ്റ് ബാങ്ക്സ് ഇൻ ദ വേൾഡ് ബൈ കൺട്രി, ഇതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിനകത്ത് എന്താ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത്, HDFC ബാങ്ക് എവിടെയാണ് ഉള്ളത്, 1, 2, 3, 4 4ാമത്തെ റാങ്കിലാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഞാൻ, ബിക്കോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓവറോൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഒരു ഏതു കമ്പനിയെ കുറിച്ചിട്ടാണെങ്കിൽ കൂടി. അപ്പോൾ HDFC ബാങ്കിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇതൊരു വലിയ ബാങ്കാണ്, നല്ലൊരു കമ്പനിയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സെക്ടറിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇപ്പോൾ കറൻ്റ്ലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. RBI ഗവർണർ, ഞാനിപ്പോൾ നമ്മുടെ 2024 ട്രേഡിംഗ് പ്ലാനിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ബാങ്കിങ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു, റൈറ്റ്. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അന്ന് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ 2024 ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണെന്ന് വെച്ചാൽ ട്രേഡിംഗ് പ്ലാനാണത്. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പം ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ സെക്ടറിൽ, ഈ ബാങ്കിങ് സെക്ടറിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണ്, RBI ഗവർണർ ഫ്ലാഗ്സ് കൺസേൺ ഓവർ ഡിക്ലൈൻ ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്. ബിക്കോസ് ബാങ്കിലേക്ക് വരുന്ന പൈസ കുറവും ബാങ്കിൽ നിന്ന് ലെൻഡ് ചെയ്ത് പോകുന്ന പൈസ, കടം കൊടുത്ത് പോകുന്ന പൈസ കൂടുതലുമാണ്. ഓക്കെ, അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് RBI ഗവർണർ പറയുകയുണ്ടായി. ഞാനിത് അന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പബ്ലിക് ബാങ്കിലേക്ക് പൈസ കൊണ്ടുവരുന്നില്ല, ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം അവർ മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ തന്നെ F&O മാർക്കറ്റിലൊക്കെ ഇത്രയും കൂടുതൽ എക്സ്പോഷർ കിട്ടിയതപ്പം അങ്ങോട്ടാണ് പൈസ ഏറ്റവും കൂടുതൽ പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ബജറ്റിൽ ഇപ്രാവശ്യം ഭയങ്കര കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നത് ഗവൺമെൻറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ കൂടി അവർ ബജറ്റ് വന്നതിന് ശേഷം കൂടെ ഇൻഡെക്സേഷൻ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പാർട്ടിൽ എടുത്തു കളഞ്ഞത് വളരെ നല്ല ഒരു ഡിസിഷനായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഗവൺമെൻറ്റിനെ. സോ അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഗ്രോത്ത് അപ്പ് ബൈ 19.3% ക്രോസസ് ഡെപ്പോസിറ്റ് ഗ്രോത്ത്. അപ്പം ഡെപ്പോസിറ്റ് ഗ്രോത്തിന് ഇതൊരു നല്ല ന്യൂസ് അല്ല ആക്ച്വലി. നോക്കിക്കോളൂ, ഡെപ്പോസിറ്റ് ഗ്രോത്തിനേക്കാളും കൂടുതൽ ക്രെഡിറ്റ് ഗ്രോത്ത് ആണ്. എന്ന് വെച്ചാൽ കടം വാങ്ങുന്ന പണമാണ് ഏറ്റവും കൂടുതൽ, ഇപ്പം 19.3% ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊരു ഓവറോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതിൽ തന്നെ നമ്മുടെ ഈ ബജറ്റൊക്കെ വന്നതിന് ശേഷം ആളുകൾ കൂടുതൽ ഇപ്പോൾ ഡെപ്പോസിറ്റിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാ മേജറായിട്ടുള്ള ബാങ്കുകളും ഇപ്പോൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്താ പറയുക കൂട്ടിയതൊക്കെ. എന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ഇപ്പോൾ ബാങ്ക്സ് ഒക്കെ, അല്ലേ. അതൊക്കെ ഇതിന് വഴിയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ബാങ്കിലേക്ക് അപ്പം ഇനി പണം വരാൻ തുടങ്ങും. അപ്പോൾ നോർമലി ഇതൊക്കെ നോർമലാവും. ഇപ്പോൾ ഉള്ള കണ്ടീഷൻസൊക്കെ മാറി ഇത് നോർമലാവും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെക്ടർ വൈസ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കണം അതിൻ്റെ ബിസിനസ് എന്താണ്, HDFC ബാങ്കിൻ്റെ ബിസിനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഈ കാണുന്നത് ഗ്രോത്ത് ഇൻ ആവറേജ് ഡെപ്പോസിറ്റ് അഡ്വാൻസസ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സംസാരിച്ച ഇഷ്യൂ ഈ ജൂൺ ക്വാർട്ടറിലെ റിസൾട്ട് വന്നപ്പോൾ 4.6% ആണ് നമ്മുടെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. പെർട്ടിക്കുലർലി HDFC ബാങ്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗ്രോത്ത് ഡെപ്പോസിറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോട്ട് ഇൻ എ വെരി ഗുഡ് വേ, ബട്ട് യെസ് ഗ്രാജ്വലി അത് ഗ്രോ ആവുന്നുണ്ട്. പിന്നെ HDFC ബാങ്കിൻ്റെ ബ്രാഞ്ച് എക്സ്പാൻഷൻ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഇവർക്കിപ്പോൾ 95.1 മില്യൺ കസ്റ്റമർ ബേസ് ആയി കഴിഞ്ഞു. 95.1 മില്യൺ കസ്റ്റമർ ബേസ്. ഓക്കെ. പിന്നെ HDFC ബാങ്കിൻ്റെ ബ്രാഞ്ച് നെറ്റ്വർക്ക് ഇവിടെ കാണിക്കുന്നത് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. 7945 എന്ന നമ്പറിൽ നിന്നും അത് ഗ്രോ ആയി 8851 എന്ന നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നല്ലൊരു ഗ്രോത്ത് ഈ ബാങ്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ തന്നെ സബ്സിഡറി കമ്പനീസ് ഏതൊക്കെയാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത്? HDFC ലൈഫ് ഇൻഷുറൻസിൽ 53.7% ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. HDFC AMCയിൽ 52.52% ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ HDFC എർഗോ 50.48%, HDFC സെക്യൂരിറ്റീസ് 95.19%. ഇത്രയും കമ്പനികളിൽ ഇവരുടെ സ്റ്റേക്ക് HDFC ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ് വൈസ് നോക്കുമ്പോൾ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവരുടെ ഡെപ്പോസിറ്റിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇനി ഈ ബിസിനസ്സിന് മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, അല്ലേ, അത് നമുക്ക് നോക്കണം. അപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്ത് ഇന്ത്യൻ എക്കണോമി നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ കൺട്രി ഇപ്പോൾ 8.2%, 7 and 8 ഇടയ്ക്കാണ് ഇപ്പം GDP ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺട്രിയുടെ. അപ്പം മറ്റുള്ള കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഗ്രോയിങ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സെക്കൻഡ് എന്താണ്, അർബനൈസേഷൻ. നമ്മളുടെ ഗ്രാമങ്ങളിലായിക്കോട്ടെ മറ്റുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ഇവിടെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൂടി വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഈ ബജറ്റ് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, എല്ലാവർക്കും ഒരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തെ എക്കണോമിയിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇതേപോലത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളും വലിയ ബിസിനസ്സുകളൊക്കെ ഇന്ത്യയിൽ വരണമെങ്കിൽ അവർക്ക് എന്ത് വേണം, പൈസ വേണം. അപ്പോൾ ബേസിക്കായിട്ട് എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഗ്രോ ആവണമെങ്കിൽ ബാങ്കിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചർ ഗ്രോത്ത് ഇങ്ങനത്തെ ഈ ഒരു ബാങ്കിങ് സെക്ടറിന് ഇന്ത്യയിൽ എന്താ പറയുക ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. റൈറ്റ്. സോ HDFC ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 1,22,4741 lakh crore. അത്രയും വലിയ കമ്പനിയാണ്. 1,00,000 കോടി രൂപയാണ് ഇവരുടെ പിന്നെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റിയത്, ഈ റീസെൻറ്റ് ടൈമിങ്ങിൽ ഏറ്റവും കുറഞ്ഞ PEയിൽ ഇപ്പോൾ ഈ കമ്പനി അവൈലബിൾ ആണ്. ജസ്റ്റ് 18.4 ലെവലിലെ PEയിലാണ് ഇപ്പോൾ ഈ കമ്പനി അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. പിന്നെ ഇതിൻ്റെ പിയർ കമ്പാരിസണിൽ HDFC തൊട്ട് യെസ് ബാങ്ക് വരെയുള്ള ബാങ്കുകളുണ്ട്. ഇതിൻ്റെയൊക്കെ PE റേഷ്യോ നമ്മൾ നോക്കിയാലും ഏകദേശം HDFC ബാങ്കിൻ്റെ PE റേഷ്യോ അവരോട് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അനദർ തിങ്, ദെൻ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുക, റവന്യൂ നമ്മൾ നോക്കേണ്ടത് ജൂൺ 2021 ആണെങ്കിൽ ജൂൺ 2022 ഡിഫറെൻറ്റ് ഇയർ സെയിം മന്ത്. ഓക്കെ. അപ്പോൾ ജൂൺ 2021 32,254 കോടി രൂപ, ദെൻ 37,247 കോടി രൂപ, ദെൻ 51,000 കോടി രൂപ, ദെൻ 81,546 crore. ഹയസ്റ്റ് എവർ സെയിൽസ് ആണ് ഇവർ പോസ്റ്റ് ചെയ്തേക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 7,940 കോടി രൂപ, 9,617 കോടി രൂപ, 12,400, ദെൻ 17,188 കോടി രൂപ. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ സൂപ്പർ ഇമ്പ്രൂവ്മെൻറ്റിലുള്ള റിസൾട്ടാണ് HDFC ബാങ്ക് പോസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്യും, ഇങ്ങനെ അടുത്തടുത്തുള്ള ഇയറോട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ. മേലെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ കമ്പയർ ചെയ്യുക. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ റവന്യൂ നമ്മൾ നോക്കുമ്പോൾ 30,861 കോടി രൂപയിൽ തുടങ്ങി 3,14,027 കോടി രൂപേനെ ട്രെയിലിംഗ് 12 മന്തിലുള്ള ഹയസ്റ്റ് എവർ റവന്യൂ കമ്പനി എത്തിയിട്ടുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ് 6,900 കോടി രൂപയിൽ തുടങ്ങി 70,000 കോടി രൂപ, 70,231 കോടി രൂപ നെറ്റ് പ്രോഫിറ്റുള്ള കമ്പനിയായിട്ട് HDFC ബാങ്ക് മാറിയിട്ടുണ്ട്. വെരി ഗുഡ് തിങ്. ദെൻ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ റിസർവിൽ ഇവർക്ക് 4,55,000 കോടി രൂപ റിസർവുള്ള ഹയസ്റ്റ് എവർ റിസർവുള്ള കമ്പനി. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ സ്വന്തം പൈസ അവിടുത്തെ അത്രയും ഉണ്ട് ഇപ്പം.
പിന്നെ നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0% ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് HDFC ബാങ്കിനുള്ളത്. ബിക്കോസ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള കമ്പനിയാണ്. FIIs ആണ്. FIIസിൻ്റെ കയ്യിൽ 47% ഉണ്ട്, DISൻ്റെ കയ്യിൽ 35% ഉണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ 17% ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റലി ഇതിനകത്ത് യാതൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിനകത്ത് നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ അനലൈസിങ് ആണ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. HDFC ബാങ്കിൽ ഇവിടെ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണിൻ്റെ ഒരു ഫോർമേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കപ്പ് വിത്ത് അതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലെ ഫ്രീ സ്ട്രാറ്റജിയിൽ ഉണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിക്കോളുക, കണ്ടുപോക്കുക. അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ്. ഇത് ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങനെ ഫോമായി ഇതിനിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് ഇത് പോകുമ്പോൾ നമുക്ക് 10% ഒരു ഗെയിൻ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് 1755 എന്ന ലെവലാണത്. സോ ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഇത് എൻ്റെ സ്വന്തം പേഴ്സണൽ ടാർഗറ്റാണ്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ അത് 33% ടാർഗറ്റാണ്. അതെങ്ങനെയാണ് കിട്ടുക? നമുക്ക് അത് കിട്ടണമെങ്കിൽ നമ്മളിതിൻ്റെ ടോട്ടലായിട്ടുള്ള ഈ ലെങ്ത്തിനെ മൊത്തമായിട്ടൊന്ന് അളക്കുക. അളന്നിട്ട് അതിനിങ്ങനെ എടുത്ത് അതിൻ്റെ ടോപ്പ് ലെവലിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ലെവൽ ഏതാണോ അതായിരിക്കും ഇതിന് ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് ടാർഗറ്റ് എന്ന് പറയുന്നത് 2156 എന്ന ലെവലാണ് എനിക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് HDFC ബാങ്കിൽ. അപ്പോൾ 33% ഗെയിൻ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ ഞാനിത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ അതെങ്ങനെയാണ് വന്നത്? ബിക്കോസ് ഓഫ് ദ സ്റ്റഡി വാട്ട് വി ഡിഡ് റൈറ്റ് നൗ. ബിസിനസ് ഫണ്ടമെൻ്റൽ സെക്ടർ അതെല്ലാം നോക്കി ഇപ്പോൾ ടെക്നിക്കൽ നമ്മൾ നോക്കുന്നു, അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ അപ്പം ആ ഒരു കൺവിക്ഷൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഞാനതിൽ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് വെക്കാതെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കോഴ്സിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അറിയുന്ന ഒരു 400ഓളം ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഈ ജേർണിയിൽ എൻ്റെ കൂടെയുണ്ട്. അവരുടെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരവിടെ ഡിസ്കഷൻ നടക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ഈ കോഴ്സ് നിങ്ങൾ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതാണ് നമ്മുടെ മാസ്റ്ററിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്ന കോഴ്സ്. അതിനകത്ത് താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് വീഡിയോ റിവ്യൂസ് ആയിക്കോട്ടെ, അല്ല കമൻറ്റ് റിവ്യൂസ് ആയിക്കോട്ടെ, ഇഷ്ടംപോലെ റിവ്യൂസ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് എക്വിറ്റി മാർക്കറ്റ് ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് കോഴ്സ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇത്ര നേരം നമ്മൾ സംസാരിച്ച സെക്ടർ വൈസ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഇതിൻ്റെ പിന്നെ ഫ്യൂച്ചർ ഗ്രോത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? അതേ രീതിയിലുള്ള രണ്ടാമത്തെ ഒരു ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. ഇതേ രീതിയിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെയും PE റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം അതേ 18.6 എന്ന PE റേഷ്യോയിലാണ് ഇപ്പോൾ ഈ ബാങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇതിൻ്റെ റവന്യൂ 8000, അതേപോലെ തന്നെ 9000, 12000, 15000 നല്ല രീതിയിൽ റവന്യൂ ഗ്രോത്തും, അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 1800 തൊട്ട് 2700, 4150, 7448 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഹയസ്റ്റ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവർക്ക് ഇവിടെ ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2200 കോടി രൂപയിൽ തുടങ്ങിയത് 21500 കോടി രൂപയായിട്ട് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ആയിട്ട് നോക്കുമ്പോൾ. പിന്നെ ബാലൻസ് ഷീറ്റിൽ റിസർവ് നമ്മൾ നോക്കുമ്പോൾ ഹയസ്റ്റ് അവർ റിസർവ് ഈ കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ കമ്പനിയിൽ 25.89% ആണ്, DIIs 27, FIIs 33, പബ്ലിക് ഹോൾഡിംഗ് ഓൺലി 13%. അപ്പം ഇവിടെയും നല്ല രീതിയിലാണ് ഈ ബാങ്ക് പെർഫോമൻസ് കൊടുത്തേക്കുന്നത്. ഈ ബാങ്കിൻ്റെയും കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ വരിക, എഗെയിൻ നിങ്ങൾ ആ ഫ്രീ കോഴ്സിനകത്ത് പോകുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോളൂ നിങ്ങൾ അവിടെ. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ സ്ട്രാറ്റജി വീഡിയോസിൽ ഇവിടെ ബെസ്റ്റ് സ്ട്രാറ്റജി, ടെക്നിക്കൽ ചാർട്ട്, ഇങ്ങനെ എല്ലാ സ്ട്രാറ്റജിയും കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങൾ പഠിച്ച് നോക്കിക്കോളൂ. ഓക്കെ, പിന്നെ കോട്ടക് ബാങ്കിൽ അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഈ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ടാർഗറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതേ രീതിയിൽ ഇവിടെ വന്ന് ഒന്ന് ഇവിടെ കംപ്ലീറ്റ് ആയി, 2 ഇവിടെ കംപ്ലീറ്റ് ആയി, മൂന്നാമത്തത് ഇവിടെ തുടങ്ങി, ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ ഉള്ളത് താഴെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ കുറച്ചുകൂടെ താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ടച്ച് ചെയ്തിട്ടാണ് മേലേക്ക് പോകുന്നതെങ്കിൽ എനിക്ക് ഇവിടെ നിന്നൊരു 20% ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത എനിക്കിവിടെ കോട്ടക് ബാങ്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലെന്ന് പറഞ്ഞ് 2053 എന്ന ലെവലായിരിക്കും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ആകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഗെയിൻ ഉണ്ടാകുക. അപ്പോൾ ഈ ട്രേഡും അതേപോലെ തന്നെ പിന്നെ 6 മാസത്തിൽ വന്നാലും ഓക്കെ, 1 വർഷത്തിൽ വന്നാലും ഓക്കെ, ഐ ആം കംപ്ലീറ്റ്ലി റെഡി ടു വെയിറ്റ് ഇൻ ദിസ് കമ്പനി. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇതേ ബാങ്കിങ് സെക്ടറിൽ.
സോ ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും എല്ലാം എഴുതി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ താഴെ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.